നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എം ടിയുടെ മരണശേഷം എം ടി പ്രമീള നായർ പോര് വീണ്ടും. പിന്നിൽ ദീദി ദാമോദരൻ, എതിർത്ത് എം ടിയുടെ മകളും. എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ വിടവാങ്ങിയ ശേഷം വീണ്ടും ഒരു എം ടി പ്രമീള നായർ പോരിന് കളമൊരുങ്ങുകയാണ്. ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു. എം ടി സ്പേസസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് എച്ച് കുട്ടിയും ദീദി ദാമോദരനും ചേർന്നാണ്. എം ടിയുടെ സ്വകാര്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ത്രീയായ പ്രമീള നായരെ കുറിച്ചാണ് ഈ പുസ്തകം. പക്ഷേ എം ടിയുടെ സ്വകാര്യ ജീവിതത്തിലെ പല വിവാദങ്ങളും ഈ പുസ്തകം വീണ്ടും ചർച്ചാ വിഷയമാക്കുകയാണ്. പുസ്തകം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പുസ്തകം എഴുതുന്നതിന് മുമ്പ് മക്കളോട് അഭിപ്രായം തേടിയില്ലെന്നും എം ടിയുടെ മകൾ അശ്വതി പറയുന്നു. എം ടിയുടെ മകൾ അശ്വതി ഈ പുസ്തകത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നതോടെ വലിയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഈ പുസ്തകം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മക്കളായ അശ്വതിയും സിതാരയും രംഗത്ത് വന്നതിന് പിന്നാലെ എതിർത്ത് ദീദി ദാമോദരനും രംഗത്ത് വന്നതോടെ വിവാദം ശക്തമായി. എം ടിയുടെയും പ്രമീള നായരുടെയും മകളാണ് സിതാര. എം ടിയുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും പിന്നീട് ജീവിത സഖ്യയായി മാറുകയും ചെയ്ത പ്രമീള നായരുടെ ജീവിതമാണ് വിശദമായി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പുസ്തകം വായിക്കാതെയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും പുസ്തകം എം ടിയെ കുറിച്ചല്ലാത്തതിനാൽ അനുവാദം വാങ്ങേണ്ടതില്ലെന്നും ദീദി ദാമോദരൻ പറഞ്ഞു. ആരെയും അവഹേളിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലില്ല. ഏതു ഭാഗമാണ് മക്കളെ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ പരിശോധിക്കുമെന്നും ദീദി ദാമോദരൻ വ്യക്തമാക്കുന്നു. പ്രമീള നായർ എന്ന എഴുത്തുകാരിയെ കുറിച്ചാണ് പുസ്തകം, എം ടിയെ കുറിച്ചേ അല്ല. സിതാരയും അശ്വതിയും ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പുസ്തകത്തിൽ തെറ്റായി എന്താണുള്ളതെന്ന് പറയുന്നവർ വ്യക്തമാക്കി തരണം. പ്രമീള നായർ എന്ന പേര് അവർക്ക് എന്നും പ്രശ്നമാണ്. എം ടിയുടെ പല ചിത്രങ്ങളിലും പ്രമീള നായരെ പോലുള്ള സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ദീദി പറയുന്നു. പ്രമീള നായരുടെ ജീവിതം എന്ന പേരിൽ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം ഭാഗങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നാണ് എം ടിയുടെ മക്കളായ സിതാരയും അശ്വതിയും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. പ്രശസ്തിക്കും ധനസമ്പാദനത്തിനും വേണ്ടി അന്തരിച്ച വ്യക്തികളെ തേജോവധം ചെയ്യരുതെന്നും അശ്വതിയുടെയും സിതാരയുടെയും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ അർത്ഥസത്യങ്ങളും വളച്ചൊടിക്കലുമാണ്. കുടുംബത്തെ തേജോവധം ചെയ്ത് അതുവഴി ആർജിക്കുന്ന കുപ്രസിദ്ധിയിലൂടെ പുസ്തകം വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. മക്കളായ തങ്ങൾക്ക് ഇതേറെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്നും മകൾ അശ്വതി കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. ഏതായാലും വലിയ ചർച്ചയാണ് പുസ്തകത്തെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെയാണ് പുസ്തകത്തിനെതിരെ എം ടിയുടെ മക്കൾ രംഗത്ത് വന്നത്. ഏതായാലും പുസ്തകം വമ്പൻ ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് കൂടുതൽ വായിക്കപ്പെടുന്നത്. ഏതായാലും എം ടിയുടെ മരണശേഷം ആദ്യം കേട്ട പേരുകളിൽ ഒന്ന് പ്രമീള നായർ തന്നെയായിരുന്നു. നേരത്തെയും ഇതുപോലെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലൊരു ആധികാരികത കൈവന്നിരുന്നില്ല. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതാണോ ഇവരെ ചൊടിപ്പിച്ചത് എന്ന് വ്യക്തവുമല്ല. എം ടിയെ കുറിച്ച് ദീദി ദാമോദരൻ, എച്ച് കുട്ടി എന്നിവരുടെ എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ എഴുത്തുകാരന്റെ മക്കൾ തന്നെ രംഗത്ത് വന്നതിനെ തുടർന്ന് ആരോപണങ്ങൾ വിശദീകരണവുമായി തിരക്കഥാകൃത്ത് ദീദി ദാമോദരനും രംഗത്തെത്തി. എം ടിയുടെ ആദ്യ ഭാര്യയെ പറ്റിയുള്ള പുസ്തകത്തിൽ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എം ടിയുടെ ജീവചരിത്രത്തിൽ വന്ന ഭാഗങ്ങൾ കോട്ട് ചെയ്താണ് എഴുതിയതെന്നും ദീദി ദാമോദരൻ പറയുന്നു. എം ടിയുടെ മക്കളായ സിതാരയും അശ്വതി നായരും നടത്തിയ പ്രതികരണം പുസ്തകം വായിക്കാതെയാണ് എന്നാണ് അവർ പറയുന്നത്. എച്ച് കുട്ടിയും ദീദി ദാമോദരനും ചേർന്നാണ് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകം രചിച്ചത്. പുസ്തകത്തിനെതിരെ എം ടി വാസുദേവൻ നായരുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും പുസ്തകം പിൻവലിക്കണമെന്നും എം ടിയുടെ മക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. എം ടിയുടെ ആദ്യ ഭാര്യയും പ്രശസ്ത എഴുത്തുകാരിയുമായ പ്രമീള നായരുടെ വ്യക്തിജീവിതം പരാമർശ വിധേയമാക്കുന്നതാണ് പുസ്തകം. പ്രമീള നായരും എം ടി വാസുദേവൻ നായരും മരിച്ച ശേഷം രചിക്കപ്പെട്ട പുസ്തകം കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനും തേജോവധം ചെയ്യാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. പ്രശസ്തിക്കും ധനസമ്പാദനത്തിനും വേണ്ടി മരിച്ച വ്യക്തികളെ തേജോവധം ചെയ്യരുതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പുസ്തകം ഉടനടി പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം നടപടി സ്വീകരിക്കുമെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. പ്രമീള നായരുടെ എം ടിയുടെ മകളാണ് സിതാര. കലാമണ്ഡലം സരസ്വതിയിൽ എം ടിക്ക് ജനിച്ച മകളാണ് അശ്വതി.